ഇന്നത്തെ റെസിപ്പി ചട്ടിപ്പത്തിരിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് മാത്രം വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് അത് ഗ്യാസിൽ വെച്ചിട്ട് ഒരു വിസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആവി പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് മൈദയിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കണം. അതിനുശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. വളരെ നൈസായിട്ടുള്ള ദോശ ചുട്ടെടുക്കണം. ഇതുപോലെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവിനാണെങ്കിൽ ഒരു 6 വലിയ ദോശ കിട്ടും. ഇതേപോലെ കനം കുറഞ്ഞ ദോശ. ഇപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ടാവും. ഇനി നമ്മളത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം അരയാൻ പാടില്ല. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാളയും ഒരു പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി വഴറ്റുക. അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്രൗൺ നിറാവുന്ന വരെ വഴറ്റുക. പിന്നെ ആഡ് ചെയ്യേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതൊരു ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി നമ്മൾ ആ പൊടിച്ച് വെച്ച ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് അതും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ, വെള്ളം കുറച്ച് ബാലൻസ് ഉണ്ടാവും ആ കുക്കറിൽ, ആ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കുക. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി. ഇതാണ് നമുക്ക് സ്റ്റഫ് ചെയ്യാൻ വേണ്ട ചിക്കൻ. ഇനി നമ്മളൊരു 4 കോഴിമുട്ട എടുത്തിട്ട് അതിലോട്ട് കുറച്ച് കുരുമുളകും ഉപ്പും ഇതുപോലെ ബീറ്റ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാൻ എടുത്തിട്ട് കുറച്ച് കുണ്ടുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള ദോശയിൽ നിന്ന് ഒരു ദോശ എടുത്തിട്ട് എഗ്ഗിൽ ഇതുപോലെ നന്നായിട്ട് 2 സൈഡും മുക്കുക. അതിന് ശേഷം നമ്മൾ ആ ഗീ സ്പ്രെഡ് ചെയ്ത് വെച്ച പാനിലോട്ട് ഇത് വെക്കുക. അതിനുശേഷം നമ്മൾ ആ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ഈ ദോശയുടെ മേലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടുത്ത ദോശ എടുത്തിട്ട് ഇതേപോലെ മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും അതിൻ്റെ മേലെ ഇടുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ ചിക്കൻ ഇടുക. എന്നിട്ട് ഈ പ്രോസസ്സ് ആ ഫുള്ള് ദോശ കഴിയണ വരെ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ബാലൻസ് ഉള്ള എഗ്ഗ് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് വേവിക്കുക. ഇപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ടാവും. നമുക്ക് ആ മേലെ നോക്കിയാലേ അറിയാം താഴെ വെന്തിട്ടുണ്ടാവും എന്നുള്ളത്. ഇനി മറിച്ചിട്ടിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ്സ് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചട്ടിപ്പത്തിരി റെഡിയായി. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ ലെയർ പോലെ ഇരിക്കും. ഞാൻ 6 ദോശ യൂസ് ചെയ്തുകൊണ്ട് 6 ലെയറാണ് എനിക്ക് കിട്ടിയത്. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്.